ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ പ്രകാശനോട് മൂങ്ങ ഓരോ ചോദ്യങ്ങളും ചോദിക്കുകയാണ്. പറയടാ, എന്നെ കൂട്ടിക്കൊണ്ടുപോയ ഒരു നേരത്തെ ഭക്ഷണം തരാൻ നിനക്ക് കഴിയോ? അപ്പോൾ പ്രകാശന് ഉത്തരവില്ല. അമ്മ, ഇവളുടെ ചെലവിന് ഇവിടെ കഴിയാനാണോ അമ്മയുടെ ഉദ്ദേശം? അമ്മ വന്നേ, നമുക്ക് പോകാം. ഇല്ലടാ, ഞാൻ ചോദിച്ച ചോദ്യത്തിന് നീ ഉത്തരം എന്താ? എനിക്ക് നീ ഭക്ഷണം തരണ്ട, എന്നാ നിന്റെ സ്വന്തം വയറ് നിറയ്ക്കാൻ നിനക്ക് കഴിയോ എന്നും മൂങ്ങ ചോദിക്കുക. അപ്പോൾ കല്യാണി, അതൊക്കെ കഴിയും. ഒരു തട്ടുകടയിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് പൈസ കൊടുക്കാത്തതിൻ്റെ പേരിൽ അവരവിടെ നിന്ന് ദോശയും ചുടിപ്പിച്ചു, ഓംപ്ലേറ്റും അടുപ്പിച്ചു, ഇഷ്ടം പോലെ പണിയും അടുപ്പിച്ചു. അങ്ങനെയാ ഇന്നലെ രാത്രി മുഴുവനും വയറ് നിറച്ചത്. അത് കേട്ടതും നാണോ ഇല്ലല്ലോടാ, കാശ് കൊടുക്കാതെ ഭക്ഷണം മേടിച്ച് കഴിക്കാൻ? വല്ലവൻ്റെ കടയിൽ നിന്നും പൈസ കൊടുക്കാതെ ഭക്ഷണം കഴിച്ച് പണിയെടുപ്പിക്കാനാണോടാ നീ എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നത്? വയസ്സാം കാലത്ത് എന്നെ ബുദ്ധിമുട്ടിക്കാനാണോടാ നീ എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നത്? അത് കേട്ടതും നമ്മുടെ കല്യാണി ഇങ്ങനെ പ്രകാശനെ തുറച്ചു നോക്കുക. പ്രകാശൻ കല്യാണിയെയും, പറയടാ, നീ വിളിച്ചാൽ ഞാൻ വരാം. എന്നെ ഒരു മിനിറ്റ് പോലും ഇത്തിരി സമാധാനം തരാതെ ഉറക്കാനാണ് നീ കൊണ്ടുപോകുന്നതെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ വരില്ല. എനിക്ക് വയസ്സാം കാലത്ത് സമാധാനം വേണം. മരിക്കുന്ന നേരത്തെങ്കിലും ഇത്തിരി സമാധാനത്തോടെ മരിക്കണം. അതിനുവേണ്ടി നീ എന്നെ മര്യാദയ്ക്ക് നോക്കുവാണെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ വരാം. എനിക്ക് നീ ഈ നിമിഷം വാക്ക് തരണം, ഉറപ്പ് തരണം. എന്നാൽ ഉറപ്പായിട്ടും ഞാൻ നിൻ്റെ കൂടെ വരും. അത് കേട്ടതും പ്രകാശന് ഉത്തരങ്ങളില്ല. അമ്മ വന്നേ, നമുക്ക് പോകാം എന്നും പറഞ്ഞ് പ്രകാശൻ മൂങ്ങയുടെ കൈ പിടിച്ച് വലിക്കുക. എടാ, നിൽക്കാനാ പറഞ്ഞത്. എനിക്ക് വയസ്സാം കാലത്ത് സമാധാനവും സ്വസ്ഥതയും വേണോടാ. അതെവിടെന്നാ കിട്ടുന്നതെന്ന് ഒറ്റ രാത്രി കൊണ്ട് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇനി ഞാൻ എങ്ങോട്ടേക്കുമില്ല, ഇവിടെ തന്നെ കഴിയും. ഇവിടെ തന്നെ ഈ കല്യാണി മോള് എനിക്ക് ഇവിടെ കഴിയാനുള്ള അനുവാദം തരികയാണെങ്കിൽ ഇവിടെ തന്നെ കഴിയും. ഇല്ലെങ്കിൽ ഞാനങ്ങ് മരിച്ചു കളയോടാ എന്നും പറയുകയാണ്. അത് കേട്ടതും പ്രകാശൻ ദേഷ്യത്തോടെ, നിങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ? ഇല്ല എന്ന് പറഞ്ഞില്ലേ? ഇനി മേല ഞാൻ നിൻ്റെയോ നിൻ്റെ മോൻ്റെ കൂടെയോ വരില്ല. നീ എത്രയൊക്കെ സ്വത്ത് സമ്പാദിച്ചാലും വലിയ വീട് കെട്ടിയാലും ഞാൻ നിങ്ങളോടൊപ്പം വരില്ല. സമാധാനം ഇല്ലാത്തൊരു ജീവിതം എനിക്ക് വേണ്ടടാ. ഇനിയുള്ള ഇത്തിരി കാലമെങ്കിലും ഞാൻ ഇത്തിരി സമാധാനത്തോടെ ജീവിച്ചോട്ടെ. ഇവിടെ ഒരുപാട് പേരെ ഞാൻ കണ്ടു, അവരൊക്കെ ആൺമക്കളുള്ളവരാ. എനിക്കിപ്പോഴാണ് മനസ്സിലായത് പെണ്ണിൻ്റെ മഹത്വം എന്താണെന്ന്. ഞാനും ഒരു പെണ്ണാ, പക്ഷെ എന്നിട്ടും പെണ്ണിനെ വെറുത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്നാലും ഇനി ഞാൻ പറയുക, ഇനി ഞാൻ വെറുക്കില്ലെന്ന് പറഞ്ഞാൽ വെറുക്കില്ല. എനിക്കതിന് സാധിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ നിൽക്കുവാണ്. ഈ സമയം, നീ ജയിച്ചു എന്ന് കരുതണ്ടടി. എൻ്റെ അമ്മയെയും നീ എന്നിൽ നിന്നും അകറ്റി. നീ നോക്കിക്കോ, ചത്താലും ഈ പ്രകാശൻ നിൻ്റെ കാലും കീഴി വരില്ലടി എന്നും കല്യാണിയോട് പറയുക. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലല്ലോ എൻ്റെ കാലും കീഴി വരണമെന്ന്? ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ അമ്മ സ്വയം മാറിയതാണോ ഇനി അവർ അഭിനയിക്കുകയാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ഇവിടെ ആശ്രയം തേടി വരുന്നവർക്ക് അഭയം ഞാൻ കൊടുക്കും. അതെൻ്റെ കടമയാണ് എന്നും കല്യാണി പറയുവാണ്. ഈ സമയം കല്യാണിയെ നിറകണ്ണുകളോടുകൂടെ മൂങ്ങ നോക്കി. അപ്പോൾ എനിക്കിവിടെ നിൽക്കാമോ മോളെ എന്നും ചോദിക്കുക. ഈ അമ്മമാരോടൊപ്പം നന്നായി നിൽക്കാൻ പറ്റുമെങ്കിൽ നിന്നോ, അമ്മമ്മയോട് ആരും വേണ്ടാന്ന് പറയില്ല എന്നും കല്യാണി. അത് കേട്ടതും, കേട്ടോടാ, എന്തോരം ദ്രോഹമാണ് ഞാൻ ഈ മോളോട് ചെയ്തത്. എൻ്റെ സ്വന്തം കൊച്ചുമോളായിരുന്നിട്ടും ഇവളെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് നിൻ്റെ മോന് വേണ്ടി. എന്തിന്? ആൺമക്കളെ വേണമെന്ന് ഒരുപാട് മോഹിച്ചു. ഒരു ആൺമകനെ ദൈവം തന്നു. അതിനുശേഷം പേരക്കുട്ടിയും ആണാവാൻ വേണ്ടി നിൻ്റെ ഭാര്യയെയും അവൾക്ക് ജനിച്ച 2 പെൺമക്കളെയും ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. അവസാനം മൂന്നാമതൊരു പേരക്കുട്ടി ആണായി ജനിച്ചപ്പോൾ അവനെ മാത്രം കൊഞ്ചി, അവന് മാത്രം എല്ലാം മേടിച്ചു കൊടുത്തു. പഠിക്കാൻ എല്ലാ യോഗ്യതയുണ്ടായിട്ടും ഈ മോളുടെ സ്ലേറ്റും പുസ്തകങ്ങളും അടുപ്പിലിട്ട് കത്തിച്ചു. ഈ മോൾക്ക് ഒരു തുള്ളി ഭക്ഷണം പോലും കൊടുക്കാതെ അവളെ ഞാൻ പട്ടിണിക്കിട്ടു. എന്നിട്ടും അതെല്ലാം ഒരു സെക്കൻഡ് കൊണ്ട് മറന്ന് എന്നെ ഇവിടെ നിർത്താമെന്ന് പറഞ്ഞ ഈ മനസ്സിൻ്റെ മുൻപിൽ നീ ഒന്നും അല്ലടാ പ്രകാശ, ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞുകൊണ്ട് മൂങ്ങ ആട്ടിപ്പായിക്കണം. പക്ഷേ മൂങ്ങയുടെ മനസ്സിൽ നല്ല വേദനയുണ്ട്. കാരണം പ്രകാശനെ മൂങ്ങ അത്രത്തോളം സ്നേഹിച്ചു. എന്ന അവസാനം പ്രകാശനെ സ്നേഹിച്ചതിനും കിട്ടിയത് മൂങ്ങയ്ക്ക് വഴിയോരവും ഭിക്ഷയാചിക്കലും വെള്ളം പോലും കിട്ടാതെയുള്ള അലച്ചിലും മാത്രമായിരുന്നു. അതെല്ലാം അടക്കി പിടിച്ചുകൊണ്ട് മൂങ്ങ കല്യാണിയോടൊപ്പം തന്നെ നിൽക്കുമെന്ന് പറഞ്ഞ് പ്രകാശനെ ഓടിച്ചു വിട്ടു. അപ്പോൾ പ്രകാശൻ പോകുന്നതിന് മുമ്പ് വീണ്ടും പറഞ്ഞു, നീ മനസ്സിൽ കുറിച്ചിട്ടോടി, നീ എന്നോട് പ്രതികാരം ചെയ്യാൻ ഞാൻ വരും. ഓ ആയിക്കോട്ടെ, എനിക്കതിലൊരു പരാതിയില്ല. നിങ്ങളുടെ കൈകൊണ്ട് മരിച്ചാൽ അത്രയ്ക്ക് സമാധാനമാവും. കാരണം അങ്ങനെയെങ്കിലും എനിക്ക് നിങ്ങൾ ചെയ്ത പാപങ്ങൾ വീടുവാണെങ്കിൽ വീടിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണിയും അവിടെ നിൽക്കുക. ഈ സമയം പ്രകാശം പോയി. പിറുപിറുത്തോണ്ടാണ് പ്രകാശം പോകുന്നത്. അപ്പോൾ മൂങ്ങ
കല്യാണിയെ നോക്കുക, അമ്മമ്മ വാ എന്നും പറഞ്ഞ് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുക. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഈ സദസ്സിൽ നിന്നൊരു കാര്യം പറയണം. ഇത് ദൈവം എനിക്ക് തന്ന ശിക്ഷയാ, ദൈവത്തിൻ്റെ വിധിയാ. ഇന്ന് എൻ്റെ കൊച്ചുമോള് തന്നെ ഇവിടുത്തെ മേടമായിട്ട് വരണമെന്നുള്ളത്. കാരണം എത്രയൊക്കെ ഭിക്ഷ യാചിച്ചു പോയാലും എൻ്റെ കല്യാണി മോളുടെ വീട്ടിലേക്ക് അഭയം തേടി പോകില്ല എന്ന് ഞാൻ ശപഥം എടുത്തിരുന്നു. എൻ്റെ മോന അതിനെ എന്നെ പ്രേരിപ്പിച്ചത്. എന്നാൽ ഇന്ന് ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്ത തെറ്റുകൾ എനിക്ക് തിരുത്താനുള്ള ഒരു സമയമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇനി എൻ്റെ കൊച്ചുമോളെ സ്നേഹിച്ച് ഈ അനാഥ മന്ദിരത്തിൽ, ഈ വൃദ്ധസദനത്തിൽ ഞാൻ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കും, എൻ്റെ കൊച്ചുമോളുടെ സംരക്ഷണത്തിൽ എന്നും മൂങ്ങ പറയുക. അതിനുശേഷം മൂങ്ങ കല്യാണിയെ നോക്കി, മോളെ, നിൻ്റെ മുമ്പിൽ നിൽക്കാനോ നിന്നോട് മാപ്പ് പറയാനോ ഉള്ള യോഗ്യത പോലും എനിക്കില്ല. അത്രയ്ക്ക് പാപ ഞാൻ ചെയ്തത്. ഈ നേരം വിളിക്കുമ്പോൾ എനിക്ക് ഈ ലോകത്ത് ജീവിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഒരു ദിവസമെങ്കിലും നിന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് മാപ്പ് പറയണം മോളെ എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ നമ്മുടെ കല്യാണിയെ കെട്ടിപ്പിടിച്ചു. അതിനുശേഷം കല്യാണിയോട് മാപ്പ് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. കല്യാണി എന്ത് ചെയ്യണമെന്നറിയില്ല. ഇത് അഭിനയമാണോ സത്യമാണോ എന്നൊന്നും അറിയില്ല. കാരണം വഴിയരികിൽ ഭിക്ഷയെടുക്കാതിരിക്കാൻ മൂങ്ങയുടെ നാടകമാണോ എന്ന് പോലും അറിയില്ല. പ്രകാശനെ തല്ലിയതും വേദനിപ്പിച്ച് പറഞ്ഞു വിട്ടതുമൊക്കെ സത്യം. എന്നാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ കല്യാണിക്കും മനസ്സൊന്നാകെ പതറി. കല്യാണി, ശരി അമ്മമ്മ ഇവിടെ നിന്നോ, അതിലെനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. നന്ദി മോളെ, നന്ദി, ഒരുപാട് നന്ദി, നീ നന്നായി വരും, നിനക്ക് നല്ലതേ വരും എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ അവരോടൊപ്പം നിൽക്കുക. ഈ സമയം കല്യാണിയും അവിടെ നിന്നും പോവുകയാണ്. അപ്പോൾ ആ അമ്മമ്മയൊക്കെ, എന്നാലും നിങ്ങൾ ഭാഗ്യം ചെയ്തവരാ, ഇത്രയും നല്ലൊരു കൊച്ചുമോളുണ്ടായിട്ടും ആ കൊച്ചുമോളുടെ മഹത്വം നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ആൺമക്കളെ ഒരിക്കലും സ്നേഹിക്കരുത്. സ്നേഹിക്കണ്ടെന്ന് പറയുന്നില്ല, എല്ലാ ആൺമക്കളും ഒരുപോലെ ഇരിക്കില്ല. അച്ഛനമ്മമാരെ നോക്കുന്ന ആൺമക്കളും ഉണ്ട്. എന്നാൽ പലരും കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് മാറിപ്പോകുന്നത്. അതെ, അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും പെൺമക്കളുണ്ടെങ്കിൽ അവർ പോകുമെന്നേ ഉള്ളൂ നമ്മളെ വിട്ട് കല്യാണം കഴിഞ്ഞ്. എന്നാൽ നമുക്കൊരാപത്ത് വരുമ്പോൾ ഓടി വരും. എന്തൊക്കെ പ്രശ്നം ഭർത്താവിൻ്റെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടാണെങ്കിലും അവർ നമ്മുടെ അടുത്തേക്ക് പാഞ്ഞെത്തും. അതൊന്ന് മനസ്സിലിട്ടുകൊണ്ട് ഇനിയെങ്കിലും പെൺമക്കളെ വെറുക്കാതിരിക്കുക. അതായിരിക്കും നല്ലത്. പെൺമക്കളെ വെറുത്ത് നിങ്ങൾക്ക് ആ അവസാനം കൊച്ചുമകൾ തന്നെ ആശ്രയമായി അല്ലേ? അതെ, അത് ദൈവം എനിക്ക് തന്ന ശിക്ഷയാണ്. എനിക്ക് മനസ്സിലായി, എല്ലാം മനസ്സിലായി. ദൈവമുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് എൻ്റെ കൊച്ചുമോളുടെ മഹത്വം എനിക്ക് കാണിച്ചു തന്നത്. പഠിക്കാൻ പോലും അവളെ ഞാൻ അനുവദിച്ചില്ല. പഠിക്കാൻ വിടാതെ അവളുടെ എല്ലാ പുസ്തകങ്ങളും സ്ലേറ്റുകളും ഞാൻ കത്തിച്ചു കളഞ്ഞു. അതിന് ഇന്ന് അവൾക്ക് നല്ല പഠിപ്പുണ്ട്, സംസാരശേഷി കളഞ്ഞു. എൻ്റെ മകനും ഞാനും കൂടെ ചേർന്ന്. എന്നാൽ ഇന്ന് എൻ്റെ കൊച്ചുമോൾക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. എല്ലാം അവളുടെ നന്മയും അവൾ ചെയ്ത പുണ്യ പ്രവൃത്തികളും കാരണം. അവളെ പണിക്ക് വിട്ടും പണിയെടുപ്പിച്ചും ചുമടെടുപ്പിച്ചും ഒക്കെ അവളിൽ നിന്നും ഒരുപാട് പൈസ ഞാൻ മേടിച്ചിട്ടുണ്ട്. കഷ്ടപ്പെട്ട് വരുമ്പോഴൊക്കെ ഒരു ചില്ലി കാശ് പോലും അവളുടെ കയ്യിൽ കൊടുക്കാതെ മോളുടെ കയ്യിൽ നിന്നും ഞാൻ എല്ലാം തട്ടിപ്പറിച്ചിട്ടുണ്ട്. എന്നിട്ടും ഒരു പരാതിയും പരിഭവവും പറഞ്ഞിട്ടില്ല. കല്യാണം കഴിഞ്ഞ് പോയപ്പോഴും എനിക്ക് ചിലവിനുള്ള കാശ്, മരുന്ന് വാങ്ങാനുള്ള കാശും എൻ്റെ കയ്യിൽ അവൾ വെച്ച് തരാറുണ്ടായിരുന്നു. എന്നിട്ടും ഞാൻ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ. ഇതിനൊക്കെ ദൈവം എനിക്ക് തന്നു, വാരിക്കൊരു ശിക്ഷ തന്നു. ഇനി എനിക്ക് വയ്യ അനുഭവിക്കാൻ. ഇനി എൻ്റെ മോനും കൊച്ചുമോനും അല്ല, എൻ്റെ കൊച്ചുമോളാ എനിക്ക് ആശ്രയം. അതുകൊണ്ട് ഞാൻ ഇവിടെ ഉണ്ടാവും എന്നും, മരണം വരെ എൻ്റെ കൊച്ചുമോളുടെ കീഴിൽ കഴിയാൻ എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ അങ്ങോട്ട് പോയിരുന്ന് കരയുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണ്. കല്യാണിയാണെങ്കിൽ ഹോസ്പിറ്റലിലെത്തി. അപ്പോൾ കാദംബരിയോടും ദീപയോടും അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക. എന്നായാലും അത്ഭുതമേ തോന്നിയത്. കാരണം അമ്മമ്മയുടെ പ്രതികരണം കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. അച്ഛൻ്റെ കവളത്തിട്ട് ഒരെണ്ണം കൊടുക്കുകയും ചെയ്തു. അത് കേട്ടതും കാദംബരി, നീ അതൊന്നും വിശ്വസിക്കേണ്ട കല്യാണി. അച്ഛൻ, അയാളുടെ പേര് പോലും പറയുന്നത് എനിക്കിഷ്ടമല്ല. അവൻ്റെ അതേ സ്വഭാവമുണ്ട് ആ തള്ളയ്ക്കും. ചിലപ്പോൾ ഇതൊക്കെ ഒരു നാടകം കളിയായിരിക്കും. അവർക്ക് വഴിയിറങ്ങി തെണ്ടാൻ പറ്റാത്തതിൻ്റെ നാടകം കളി. വേറെ വീടൊന്നുമില്ലല്ലോ, അതുകൊണ്ട് കഴിയാനൊരിടയില്ലാത്തതുകൊണ്ട് അവിടെ പിടിച്ചു നിൽക്കാനുള്ള അഭിനയം. നിന്നെ കയ്യിലെടുത്തു കഴിഞ്ഞാൽ നീ വീഴുമെന്ന് അവർക്കറിയാം. അതൊക്കെ കാരണം അച്ഛനും അമ്മയും കൂടെ വല്ല നാടകം കളിച്ചാണെങ്കിലോ. അത് കേട്ടതും അച്ഛനും അമ്മമ്മയും അങ്ങനെ നാടകം കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതുവരെ അമ്മമ്മ അച്ഛൻ്റെ കരണത്തടിച്ച് ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ഇന്നത് ഞാൻ കണ്ടു. അതൊരൊന്നൊന്നര അടിയായിരുന്നു. അമ്മമ്മയുടെ ഓരോ ചോദ്യത്തിനും ഉത്തരവില്ലാതെ അയാൾ നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തന്നെ ചിരി വന്നു. കാരണം അമ്മമ്മയെ നോക്കാൻ കഴിവില്ല.
അമ്മമ്മയെ വിളിച്ചോണ്ട് പോവും. അമ്മമ്മയ്ക്ക് തല ചായ്ക്കാൻ ഒരിടയില്ല. ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ കയ്യിൽ കാശില്ല. സ്വന്തമായിട്ട് മരുന്ന് വാങ്ങാനോ വയറ് നിറയ്ക്കാനോ കയ്യിൽ പണമില്ല. എല്ലാത്തിനും കൂടെ അമ്മമ്മ ചോദിച്ച ചോദ്യത്തിനൊന്നും ഒരു ഉത്തരവും പറയാത്ത അയാളുടെ കരുണ അമ്മമ്മ അടിച്ചു തകർക്കുന്നത് എനിക്കും ഇഷ്ടപ്പെട്ടു. എത്രയൊക്കെ ദുഷ്ടയാണെങ്കിലും അവർ മകനെ നോക്കിയത് പൊന്നുപോലെയാ. അവസാന നിമിഷം പോലും അവർ മകനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറക്കാൻ വേണ്ടി ഭിക്ഷ യാചിച്ച പണം ഉണ്ടാക്കിയത് അതുപോലും അയാൾ മറക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെയുള്ള ആ അമ്മയെ അയാൾ പൊന്നുപോലെ നോക്കണമായിരുന്നു. എന്നാൽ അമ്മയെ വലിച്ചുകൊണ്ട് നടക്കുക. റോഡ് മുഴുവനും പച്ചവെള്ളം പോലും കിട്ടാതെ ആ പാവം നടക്കുന്നത് കണ്ടിട്ട് എനിക്കും സങ്കടം വന്നായിരുന്നു. കാർത്തിക ചേച്ചി എന്നോട് വിളിച്ചു പറഞ്ഞത്. അത് കേട്ടതും അനുഭവിക്കട്ടെ മോളെ, ചെയ്തതിനൊക്കെയുള്ള ശിക്ഷ അനുഭവിച്ചേ മതിയാവൂ. ഇനിയും അവരനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. നരകിക്കും. മരിക്കാൻ കിടക്കുമ്പോൾ പോലും തിരിഞ്ഞു നോക്കാൻ ആരുമില്ലാതെ നരകിക്കും. അയാളും എന്നോട് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അയാൾ ചത്താലും എൻ്റെ അടുത്ത് വരില്ലാന്ന്, എൻ്റെ കാലും ചോട്ടിലേക്ക് വന്ന് വീഴില്ലാന്ന്. ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. ഞാൻ ആരെയും ക്ഷണിച്ചിട്ടൊന്നുമില്ല. വന്നു, അമ്മമ്മ കരഞ്ഞു, ഞാൻ അവിടെ നിർത്തി, അത്രയേ ഉള്ളൂ. ഇനി വീട്ടിലേക്കൊന്നും കൂട്ടിക്കൊണ്ടുവരുമൊന്നുമില്ല. വൃദ്ധസദനത്തിൽ തന്നെ കഴിയട്ടെ, അതായിരിക്കും നല്ലത്. അതേ മോളെ, അത് ശരിയാ. ഇങ്ങോട്ടൊക്കെ കൂട്ടിക്കൊണ്ടു വന്നാൽ വീണ്ടും അവരുടെ സ്വഭാവം മാറും. അതുകൊണ്ട് ഇനി വൃദ്ധസദനത്തിൽ തന്നെ കഴിയട്ടെ. അവിടെയുള്ള പാവപ്പെട്ട അമ്മമ്മമാരുടെ അവസ്ഥയൊക്കെ കണ്ട് എല്ലാം മനസ്സിലാക്കട്ടെ. മക്കളെയും കൊച്ചുമക്കളെയും സ്നേഹിച്ച് ജീവിതം നഷ്ടപ്പെട്ട ആ അമ്മമാരെ അവർ മനസ്സിലാക്കും. അന്നേരം അവർക്കറിയാൻ പറ്റും എന്താണ് ജീവിതമെന്നും ജീവിക്കണമെങ്കിൽ എന്തൊക്കെ വേണമെന്നും. എല്ലാം മനസ്സിലാക്കി കഴിയുമ്പോൾ അവരെന്തായാലും മോളെ നമ്മളെ തേടി വരും എന്നെനിക്കറിയാം മോളെ. അത് കേട്ടതും നമ്മളെ തേടി വന്നു കഴിഞ്ഞു അമ്മേ. ഇനി അവരുടെ സ്വഭാവം മാറിയത് സത്യസന്ധമായിട്ടാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി ഇങ്ങനെ നിൽക്കുക സന്തോഷത്തോടെ. ഈ സമയം എല്ലാം നഷ്ടപ്പെട്ട് പ്രകാശൻ റോഡരികിലൂടെ നടക്കുകയാണ്. എന്നാലും ആ തള്ള ഇങ്ങനെ ചെയ്തല്ലോ. അവരെ ഞാൻ എന്തുമാത്രം സ്നേഹിച്ചതാ. എന്നിട്ടും അവർക്ക് ഒരു തുള്ളി സ്നേഹം എന്നോടുണ്ടായിരുന്നെങ്കിൽ അവരിങ്ങനെ ചെയ്യുമായിരുന്നോ? അവസാനം നാണോ ഇല്ലാത്ത തള്ള അവളുടെ കാലും ചോട്ടിലേക്ക് പോയി. എല്ലാത്തിനും ഞാൻ കൊടുക്കുന്നുണ്ട്, വിടില്ല ഞാൻ. ഒരെണ്ണത്തിനെയും വെറുതെ വിടില്ല. എന്നെ ഈ അവസ്ഥയിലാക്കിയ ഒരെണ്ണത്തിനെയും. കാർത്തികയും ലക്ഷ്മിയും കല്യാണിയും ദീപയും കിരണും ഒക്കെ മരിക്കണം. എല്ലാത്തിനെയും കൊല്ലും. എല്ലാത്തിനെയും കൊന്ന് എനിക്ക് സന്തോഷത്തോടെ ജീവിക്കണം എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വിക്രം വരികയാണ്. വിക്രത്തെ കണ്ടതും പ്രകാശൻ തുറച്ചു നോക്കി. എന്തിനാടാ നീ ഇപ്പോൾ വന്നത്? ഞാൻ ചത്തോന്നറിയാൻ വേണ്ടി വന്നാണോ? അയ്യോ അച്ഛാ, ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു കാര്യത്തിന് വേണ്ടി ഓടി നടക്കുക. ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങാൻ പൈസ ഉണ്ടായിരുന്നില്ല, ബില്ലടയ്ക്കാൻ പോലും. അത് അമ്മയാണ് പൈസയൊക്കെ കൊടുത്ത് ബില്ലടച്ചത്. എങ്ങനെയാണെന്ന് നിനക്കറിയോ? അറിയാച്ചാ, ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് വേറെ വഴിയില്ലല്ലോ. നിന്നെ എന്തിനാടാ ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത്? ഇത്രയും കഷ്ടപ്പെട്ട് നിന്നെ ഞാൻ പഠിപ്പിച്ചത് വയസ്സാം കാലത്ത് എൻ്റെ അമ്മയെ കൊണ്ട് ഭിക്ഷ എടുപ്പിക്കാനാണോടാ എന്നും ചോദിച്ചുകൊണ്ട് പ്രകാശൻ തുറിച്ചു നോക്കുക. അച്ഛാ, ഇപ്പം എന്നെ കുറച്ച് ദിവസത്തേക്ക് വെറുതെ വിടണം. എനിക്ക് എൻ്റെയും എൻ്റെ അച്ഛൻ്റെയൊക്കെ ജീവിതം ഈ അവസ്ഥയിലാക്കിയവരോട് പ്രതികാരം ചെയ്യണം. കൊല്ലും ഞാൻ എല്ലാത്തിനെയും എന്നും വിക്രം പറയുക. അത് കേട്ടതും അതേടാ, കൊല്ലണം, എല്ലാത്തിനെയും കൊല്ലണം. നീ കൊല്ലാൻ നടക്കുമല്ലേ? കല്യാണിയെയും കിരണിനെയും അല്ല, അവരെ രണ്ടുപേരെയും മാത്രമല്ല കൊല്ലേണ്ടത്. നമ്മളെ ഈ അവസ്ഥയിൽ തെരുവിലേക്ക് ഇറക്കിയ ആ കാർത്തികയെയും അവളുടെ അമ്മ ലക്ഷ്മിയെയും തീർക്കണം. അതിനുശേഷം നമുക്ക് കല്യാണിയെയും കിരണിനെയും കൊല്ലാം. ആദ്യം അവളെ തീർക്ക്. അവളാണ് എല്ലാത്തിനും കാരണക്കാരിയായ ആ കാർത്തിക ചാകണം. നമ്മളെ ഒരുപാട് പറഞ്ഞ് മോഹിപ്പിച്ച അവൾ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ലടാ. അല്ല ചമ്മുമ്മ എവിടെ? അവർ പോയി. എങ്ങോട്ട്? വയസ്സാം കാലത്ത് തെണ്ടിത്തിരിഞ്ഞ് നടക്കാൻ പറ്റില്ലല്ലോ, എവിടെ തല ചായ്ക്കും. അതുകൊണ്ട് വൃദ്ധസദനത്തിലേക്ക് പോയി. ഞാൻ വിളിച്ചു, വന്നില്ല. അവരും ഒരുപാട് മാറി. അച്ഛൻ്റെ കവളെന്താ തടിച്ചു കിടക്കുന്നേ? എന്തായാലും തല്ലിയത് അമ്മയായതുകൊണ്ട് ക്ഷമിച്ചു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? എല്ലാം നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിച്ചിട്ട് ഇനി എൻ്റെ മുന്നിലേക്ക് നീ വന്നാൽ മതി എന്നും പറഞ്ഞ് പ്രകാശൻ വിക്രത്തെ ആട്ടിപ്പായിക്കുകയാണ്. അപ്പോൾ ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാൻ പോകുന്നത്. എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ.